ഇന്ന് കേരളം ഞെട്ടിയ ദൃശ്യങ്ങൾ പുറത്തു വന്ന ഒരു വാർത്താ ദിനമാണ്. കൊച്ചിയിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരെ നായ്ക്കളെ പോലെ കഴുത്തിൽ ബെൽറ്റിട്ട് നടത്തിച്ചതായിരുന്നു ആ ദൃശ്യം. പെരുമ്പാവൂരിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് ഈ കൊടും ക്രൂരതയെന്ന് മുൻ ജീവനക്കാരൻ പറഞ്ഞു. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്നാണെങ്കിൽ അടി ഇടി, പിന്നെ ഈ നനഞ്ഞ തുണിയൊക്കെ ഇല്ലേ അതുകൊണ്ട് തല്ലലും, പിന്നെ ഈ വൃത്തിയായിട്ട പണിഷ്മെൻ്റാണ് ഈ പരസ്പരം പാൻ്റാകാട്ട് അഴിക്കുക. പിന്നെ ഈ ചീന പഴം 2 ദിവസം പഴകിയ പഴമായിരിക്കും, അത് എടുത്തിട്ടും വന്നിട്ട് വേസ്റ്റ് ബാസ്കറ്റിന് എടുത്തിട്ടും വന്നിട്ട് താഴെ ഇട്ടിട്ട് ഈ അതിൻ്റെ തുപ്പിയിട്ട് തരും, അത് ഇതാക്കാൻ പറയും. പിന്നെ ഒരു കോയിന്ന് എടുത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടം വരെ നക്കുക, അവിടെ നിന്ന് തിരിച്ചിങ്ങാട്ട് വെക്കുക. കഴുത്തിൽ ബെൽറ്റിട്ട് നടത്തിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ തൊഴിലുവകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി 24 ബന്ധപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ പരിശോധിച്ച് നടപടിക്കുള്ള നിർദ്ദേശം നൽകിയെന്നും മന്ത്രി 24നോട് വ്യക്തമാക്കിയിരുന്നു. ഈ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അന്വേഷണം നടത്താം. അവിടുത്തെ എറണാകുളം ജില്ലാ ലേബർ ഓഫീസറോട് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടാം. എന്തായാലും ടാർഗറ്റ് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ ഈ രൂപത്തിൽ ഉള്ള നടപടികൾ നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. അത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണുകയാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് സ്ഥാപനത്തിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു. പുറത്തുവന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ വച്ചിരുന്നു. നിതിൻ, ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളം ഞെട്ടിയതാണ്. തൊട്ടുപിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു. പോലീസ് എന്തൊക്കെ നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് നിതിൻ? ഉന്മേഷ്, അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് ഇന്ന് പുറത്തു വന്നത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ തൊഴിലാളികൾ അതിക്രൂര പീഡനത്തിന് ഇരകളായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. അങ്ങേറ്റം മനുഷ്യത്വരഹിതമായ ഒരു സമീപനം തന്നെയാണ് ആ ഒരു അധികൃതരുടെ ഭാഗത്തും ഉണ്ടായത്. വസ്ത്രങ്ങൾ അഴിപ്പിച്ച് നായയുടെ ബെൽറ്റ് അത് കഴുത്തിൽ കെട്ടി അതോടൊപ്പം തന്നെ മുട്ടിലിഴഞ്ഞ് നാണയം നക്കിയെടുപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പാലാരിവട്ടത്തെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലേക്ക് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും മാർച്ച് നടത്തി. പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ദൃശ്യത്തിന്റെ ആധികാരികത, ഇത് എവിടെ നിന്ന് ചിത്രീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ പോലീസ് ബന്ധപ്പെട്ട് കേസെടുത്തിട്ടില്ല. ഇതേ സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസിയായി പ്രവർത്തിക്കുന്ന പെരുമ്പാവൂരിലെ സ്ഥാപനത്തിലുള്ള ദൃശ്യമാണോ എന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നില്ല. പകരം ഇന്നിപ്പോൾ അവിടെ ജില്ലാ ലേബർ ഓഫീസറും അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തും പരിശോധന നടത്തി വരികയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ സമാനമായ നിലയിലത്തെ ഈ ഒരു പരാതി ഈ ഒരു പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് അവിടെ നിന്നുള്ള ദൃശ്യമാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന് കീഴിൽ ഏതാണ്ട് 140ഓളം ഫ്രാഞ്ചൈസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. തൊഴിലാളികൾ ഇത്തരത്തിൽ പീഡനങ്ങൾ കാലങ്ങളായി നേരിടുന്നു എന്നൊരു ആരോപണമാണ് അവിടുത്തെ ജീവനക്കാരെല്ലാം തന്നെ പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും ഇതിന് പിന്നാലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തും ഇപ്പോൾ പ്രത്യേകിച്ചും വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ലേബർ ഓഫീസർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്തായാലും അങ്ങേറ്റം മനുഷ്യത്വരഹിതമായ ഒരു ദൃശ്യം പുറത്തു വന്നു. ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ തൊഴിലാളികൾ അതിക്രൂര പീഡനത്തിന് ഇരകളായത്. സ്വാഭാവികമായിട്ടും അങ്ങേറ്റം മനുഷ്യത്വരഹിതമായ ഒരു നടപടി എന്ന് തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളടക്കം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. ഇന്നവിടെ പാലാരിവട്ടം സിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലുള്ളൊരു സംഭവം ചിത്രീകരിച്ചത് അവിടെ നിന്നാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് പോലീസ് പങ്കുവയ്ക്കുന്നില്ല. പകരം പെരുമ്പാവൂരിലെ സ്ഥാപനം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പെരുമ്പാവൂരിലെ സ്ഥാപനത്തിനെതിരെ നേരത്തെയും പരാതി ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെരുമ്പാവൂർ പോലീസും ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ അറക്കപ്പടിയിലുള്ള ഈ ഓഫീസിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പരിശോധന നടക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ അവിടുത്തെ ആളുകളോട് വിവരങ്ങൾ ശേഖരിച്ച് വരികയാണ്. അതിനുശേഷം മാത്രമേ ഇതിലൊരു കൃത്യമായ ഉത്തരം ഇത് എന്ന് ചിത്രീകരിച്ച ദൃശ്യമാണ്, എവിടെ നിന്ന് ചിത്രീകരിച്ച ദൃശ്യമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ വിവരം പുറത്തു വരികയുള്ളൂ. എന്തായാലും ഒരു തൊഴിൽ പീഡനം നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ അങ്ങേറ്റത്തെ
ഒരു മനുഷ്യരഹിതമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്ന് പുറത്തു വന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ വ്യക്തമാകും. അവിടുത്തെ ജീവനക്കാരടക്കം പങ്കുവച്ച വിവരങ്ങളും അങ്ങേറ്റം വേദനിപ്പിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ സംഭവത്തിൽ അതിഗൗരവമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ഉന്മേഷ്, നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രേക്ഷകർ കൂടി വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. സീന മുഹമ്മദ് പറയുന്നു, ഇതൊക്കെ ഈ കാലത്ത് എന്നറിയുമ്പോൾ തലതാഴ്ത്തി നിൽക്കാനേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് എബ്രഹാം തോമസ് പറയുന്നുണ്ട്. പ്രേക്ഷകർ ഈ വിഷയത്തിൽ അങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. ഇത്തരമൊരു ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പരിഷ്കൃത സമൂഹം സ്വാഭാവികമായും പ്രതികരിക്കും. അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്.